വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: എനിക്ക് ഫ്രോസൺ ഷോൾഡർ ആണ്, ഞാൻ കുറേ നാൾ ഫിസിയോതെറാപ്പി ചെയ്തു, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഇതിന് മുന്നിൽ കൂടെ പോയപ്പോൾ ബോർഡ് കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, ഫൈൻ. അങ്ങനെ ആ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്തു. അവരെ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് ചോദിച്ചു, എവിടെയാണ് ഇതിന് മുന്നേ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പം നിങ്ങൾ പറഞ്ഞു, ഓക്കെ, ഫ്രോസൺ ഷോൾഡർ ആണ്, പക്ഷെ എവിടെയാണ് നിങ്ങൾ ഇതിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇല്ല, ഞാൻ എവിടെയും കാണിച്ചിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഗൂഗിളിലും ജസ്റ്റ് ഓൺലൈനിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ എനിക്ക് ഏകദേശം ശരിയായ പോലെ തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫ്രോസൺ ഷോൾഡർ ആണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ സെർച്ച് ചെയ്തപ്പോൾ ഫിസിയോതെറാപ്പി എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടു. അപ്പോൾ വീണ്ടും ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അത് ഞാൻ ചെയ്ത് നോക്കി, പക്ഷേ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഈ ഓൺലൈനിലൊക്കെ ഉണ്ടാവുക ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇന്ന കണ്ടീഷനാണ് എന്നുള്ളത്. ഇപ്പോൾ എക്സ്റേ എടുത്താലും MRI എടുത്താലും എപ്പോഴും നമുക്ക് ആ ക്ലിനിക്കലിയും കൂടെ കോറിലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്താണ് വെറുതെ ഓൺലൈനിൽ മാത്രം ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഇപ്പോൾ എന്ത് കണ്ടീഷൻ അടിച്ചു നോക്കിയാലും ഗൂഗിളിൽ നോക്കുകയാണെങ്കിലും നമ്മളൊരു സാധാരണ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ വായിക്കായാലും ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 2-3 കാര്യമൊക്കെ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാവർക്കും അസുഖം ഉണ്ടാവും നോക്കുകയാണെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ആ വന്നിട്ടുള്ള ആ ലിസ്റ്റിൽ പെട്ട 3-4 ഫീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ ഇയാളങ്ങ് കൺഫേം ചെയ്തു അദ്ദേഹത്തിന് ഫ്രോസൺ ഷോൾഡർ ആണ് എന്നുള്ളത്. അപ്പോൾ വീണ്ടും അതിനെ പറ്റിയിട്ട് അദ്ദേഹം റിസർച്ച് ചെയ്ത് പോയപ്പോഴാണ് കണ്ടത് ഫിസിയോതെറാപ്പി മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടെ അതിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് എക്സസൈസസും കാര്യങ്ങളൊക്കെ കിട്ടി യൂട്യൂബിൽ നിന്ന്. അതാണ് അദ്ദേഹം കുറച്ചധികം നാളുകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വെറുതെ കുറച്ച് എക്സസൈസുകൾ യൂട്യൂബിൽ നോക്കി ചെയ്തതിനെയാണ് അദ്ദേഹം കുറേ നാളായിട്ട് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഈ എക്സസൈസ് ചെയ്യുന്നത് മാത്രമല്ല ഫിസിയോതെറാപ്പി എന്നുള്ളത് മറ്റൊരു വശം. അപ്പോൾ ആ പേഷ്യൻ്റ് വന്ന സമയത്ത് നമ്മളിതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫ്രോസൺ ഷോൾഡർ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ 3 സ്റ്റേജസ് ഉണ്ട്. ആ ഇതിൻ്റെ പ്രോഗ്രഷൻ അനുസരിച്ച് 3 സ്റ്റേജസ് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് ഡയഗ്നോസ് ചെയ്ത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു പ്രാക്ടീഷണേഴ്സ് വളരെ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ആ 3 സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ് ആ പേഷ്യൻ്റെ ഷോൾഡർ എത്തി നിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വളരെ നന്നായി ഡയഗ്നോസ് ചെയ്യാനും അതിനനുസരിച്ച് മാനേജ്മെന്റ് ചെയ്യാനും നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ ഏർലി സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷനിൽ വരുന്ന സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക അവരുടെ വേദന കുറയ്ക്കാനായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജീസ്, അതുപോലെ അവർക്ക് ആ ജോയിന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്യാപ്സ്യൂൾസിലാണോ മസിൽസ് ആണോ എവിടെയാണ് ജോയിന്റ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് ആ റെസ്ട്രിക്ഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ്, അതുപോലെ മസിൽസ് ഏതെല്ലാം കമ്പാർട്ട്മെന്റിലാണ് വീക്ക്നെസ് ഉള്ളത് അതിനെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജീസ്. പക്ഷെ ഒരിക്കലും ഈ സ്ട്രാറ്റജീസ് ഒന്നും എല്ലാവർക്കും ഈ 3 സ്റ്റേജിലായാലും ഒരേപോലെ ആവണം എന്നില്ല. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വരുമ്പോഴും അവരെ വളരെ കൃത്യമായിട്ട് അസസ് ചെയ്ത് അവർക്ക് ടൈലേർഡ് ആയിട്ടായിരിക്കും ഇവിടെ, അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടായിരിക്കും അവർക്കുള്ള ആ ഒരു ഷോൾഡർ റീഹാബിലിറ്റേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ മാത്രമേ വളരെ കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്കതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. കാര്യം നമ്മൾ ഗൂഗിളിൽ ഏത് അസുഖത്തിനെ പറ്റി സെർച്ച് ചെയ്താലും ഏതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യൻ നോക്കുകയാണെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ ഒരു 10-15 ലക്ഷണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കും അതിൽ 3-4 ഫീച്ചേഴ്സ് അവർക്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് അവർക്ക് ആ അസുഖം ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, വെറുതെ കുറച്ച് എക്സസൈസുകൾ മാത്രം ചെയ്തുകൊണ്ട് അതൊരിക്കലും ഫിസിയോതെറാപ്പി ആവില്ല. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ്